നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രവാസി ലോകത്തെ വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. ഖത്തറിൽ 102 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചതായി പൊതുജനാരോഗ്യ മന്ത്രാലയം അറിയിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 164 പേർ കൂടി രോഗമുക്തി നേടി. ആകെ 2,32,269 പേരാണ് രാജ്യത്ത് രോഗമുക്തി നേടിയിട്ടുള്ളത്. പുതുതായി സ്ഥിരീകരിച്ച കോവിഡ് കേസുകളിൽ 102 പേർ സ്വദേശികളും 29 പേർ വിദേശത്ത് നിന്ന് മടങ്ങിയെത്തിയവരുമാണ്. കോവിഡ് ബാധിച്ച് 24 മണിക്കൂറിനിടെ മരണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. 604 പേരാണ് ഖത്തറിൽ ആകെ കോവിഡ് ബാധിച്ച് മരിച്ചത്. സൗദി അറേബ്യയിൽ നിന്ന് 75 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. രോഗം ബാധിച്ച് നിരീക്ഷണത്തിലുള്ളവരിൽ 66 പേർ സുഖം പ്രാപിച്ചെന്നും കഴിഞ്ഞ 24 മണിക്കൂറിനിടെ രാജ്യത്ത് വിവിധ ഭാഗങ്ങളിൽ 5 പേർ കൂടി മരിച്ചെന്നും സൗദി ആരോഗ്യ മന്ത്രാലയം വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. രാജ്യത്ത് ഇന്ന് 38,410 RT-PCR പരിശോധനകൾ നടന്നു. ഒമാനിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ കോവിഡ് ബാധിച്ച് ആരും മരണപ്പെട്ടിട്ടില്ലെന്ന് ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകൾ വ്യക്തമാക്കുന്നു. 58 പേർക്ക് മാത്രമാണ് പുതുതായി രാജ്യത്ത് കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. ഇതോടെ രാജ്യത്ത് കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 3,03,163 ആയി. ആകെ രോഗികളിൽ 2,93,343 പേരും രോഗമുക്തരായി. 96.8% ഇപ്പോഴത്തെ രോഗമുക്തി നിരക്ക്. ആകെ 4,089 പേർക്ക് ഒമാനിൽ കോവിഡ് കാരണം ജീവൻ നഷ്ടമായി. സന്ദർശക വിസയിൽ രാജ്യത്തെത്തിയവർക്ക് പുതിയ നിർദ്ദേശവുമായി സൗദി അറേബ്യ. വിസയുടെ കാലാവധി അവസാനിക്കുന്നതിന് സൗദിയിൽ നിന്ന് തിരിച്ചു പോകണമെന്നാണ് സൗദി ജവാസാത്ത് അറിയിച്ചിരിക്കുന്നത്. ഈ നിർദ്ദേശം പാലിക്കാത്തവർ മറ്റ് നിയമ നടപടികൾ നേരിടേണ്ടതായി വരുമെന്ന് ട്വിറ്ററിലൂടെ ഒരു ചോദ്യത്തിന് ഉത്തരമായി ജവാസാത്താണ് പ്രതികരിച്ചത്. കോവിഡ് വ്യാപനത്തോടെ രാജ്യാന്തര വിമാന സർവീസുകൾ നിർത്തിവെച്ചതോടെ വിദേശികൾക്കുണ്ടായിരുന്ന നിയന്ത്രണങ്ങൾ സൗദി അറേബ്യ അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങൾ എടുത്തു നീക്കിയിരുന്നു. സൗദിയിൽ വേനൽ ചൂടിന് ശമനമാകുന്നു. രാജ്യത്ത് കാലാവസ്ഥാ മാറ്റം അറിയിച്ച് വിവിധ ഭാഗങ്ങളിൽ പൊടിക്കാറ്റും മഴയും അനുഭവപ്പെട്ടു. വരും ദിവസങ്ങളിലും രാജ്യത്ത് പൊടിക്കാറ്റിനും മഴയ്ക്കും സാധ്യതയുള്ളതായി കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. രാജ്യത്ത് ഇതുവരെ അനുഭവപ്പെട്ടിരുന്ന അത്യുഷ്ണം മാറി ശൈത്യത്തിലേക്ക് കടക്കുന്നതിന്റെ മുന്നോടിയായാണ് പൊടിക്കാറ്റും മഴയും അനുഭവപ്പെട്ടു തുടങ്ങിയത്. പകൽ സമയത്തെ വേനൽ ചൂടിന്റെ കാഠിന്യവും ക്രമേണ കുറഞ്ഞു വരുന്നുണ്ട്. ഇന്ത്യയിൽ നിന്ന് വിമാന സർവീസ് സജീവമായി ഒരാഴ്ച പിന്നിടുമ്പോൾ കുവൈറ്റിലെത്തിയത് 7,582 പേർ. 85 യാത്രാ വിമാനങ്ങളാണ് കഴിഞ്ഞ ആഴ്ച ഇന്ത്യയിൽ നിന്നെത്തിയത്. ഈജിപ്തിൽ നിന്ന് 89 വിമാനങ്ങളിലായി 10,261 പേർ എത്തി. സെപ്റ്റംബർ 5 മുതൽ 11 വരെയുള്ള കണക്കാണിത്. ഇതേ തോതിൽ തന്നെയാണ് സർവീസ് തുടരുന്നത്. പ്രതിദിനം പരമാവധി യാത്രക്കാരുടെ എണ്ണം 10,000-ൽ പരിമിതപ്പെടുത്തിയതിനാൽ ഇപ്പോൾ ടിക്കറ്റുകൾക്ക് വൻ നിരക്കാണ്. 38 വ്യക്തികളെയും 15 സ്ഥാപനങ്ങളെയും കൂടി UAE തീവ്രവാദ പട്ടികയിൽ ഉൾപ്പെടുത്തിയതായി ഔദ്യോഗിക വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. UAE ക്യാബിനറ്റാണ് കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ച പ്രസ്താവന പുറത്തിറക്കിയത്. തീവ്രവാദത്തെ പിന്തുണയ്ക്കുന്ന വ്യക്തികളുടെ പട്ടികയിൽ ഒരു ഇന്ത്യക്കാരനെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തീവ്രവാദത്തിനും ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്കും സാമ്പത്തിക പിന്തുണ നൽകുന്ന ശൃംഖലകളെ തകർക്കാനുള്ള UAEയുടെ പ്രതിബദ്ധതയാണ് പ്രമേയം അടിവരയിടുന്നതെന്നും ഔദ്യോഗിക വാർത്താ ഏജൻസി പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നു. പ്രവാസികൾക്കും സന്ദർശകർക്കുമുള്ള യാത്രാ നിബന്ധനകളിൽ പുതിയ ഇളവുകൾ വരുത്തി സൗദി അറേബ്യ. ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ സൗദി ജനറൽ അതോറിറ്റി ഓഫ് സിവിൽ ഏവിയേഷൻ രാജ്യത്ത് പ്രവർത്തിക്കുന്ന എയർലൈൻ കമ്പനികൾക്ക് നൽകി. ഇതുപ്രകാരം യാത്രാ നിരോധനം നിലവിലില്ലാത്ത രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർക്ക് നിലവിലുള്ള 7 ദിവസത്തെ നിർബന്ധിത ഹോട്ടൽ ക്വാറന്റൈൻ 5 ദിവസമാക്കി കുറയ്ക്കും. ബഹ്റൈനിൽ പൊതുമേഖലയിലും സ്വകാര്യ മേഖലയിലും ജോലി ചെയ്യുന്ന പ്രവാസികളെ പെൻഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്ന് ശുപാർശ. സർക്കാരിന്റെ അംഗീകാരത്തിന് വിധേയമായിരിക്കും ഈ വിഷയത്തിലുള്ള അന്തിമ തീരുമാനം. അഹമ്മദ് അൽ അൻസാരി അധ്യക്ഷനായ പാർലമെന്റിന്റെ സർവീസ് കമ്മിറ്റിയാണ് പ്രവാസികളെയും പെൻഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നതിനായുള്ള നിർദ്ദേശം മുന്നോട്ട് വച്ചത്. പ്രവാസികൾക്കും പെൻഷൻ പദ്ധതിയിൽ ഇടം നൽകണമെന്ന ശുപാർശ സർക്കാരിന്റെ പരിഗണനയ്ക്ക് സമർപ്പിച്ചതായി സോഷ്യൽ ഇൻഷുറൻസ് ഓർഗനൈസേഷൻ അധികൃതർ പ്രാദേശിക പത്രത്തോട് വെളിപ്പെടുത്തി.